നമസ്കാരം. വിഷ്ണുമായ സ്വാമി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജ്യോതിഷത്തിൽ പലവിധ മാറ്റങ്ങളുടെ കാലഘട്ടമാണ് കടന്നു പോകുന്നത്. അതിൽ ചെറുതും വലുതുമായ കാര്യങ്ങൾ ഒട്ടേറെയുണ്ട്. പുറമേ നോക്കുന്നവർക്ക് അത് അത്ര വലിയ പ്രാധാന്യമൊന്നും കാണില്ലെങ്കിലും ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർക്ക് അതെല്ലാം പ്രാധാന്യമുള്ളതാണ്. അത്തരത്തിൽ ജൂൺ 22-ന് മകീരം നക്ഷത്രം വിട്ട് രാഹു അധിപനായ തിരുവാതിര നക്ഷത്രത്തിലേക്ക് മാറി. സാധാരണയായി സൂര്യൻ ആത്മവിശ്വാസം, അധികാരം, തൊഴിൽ, ഭരണപദവി, പ്രസക്തി, പിതൃകാരണം, ആരോഗ്യം എന്നിവയുടെ അധിപനാണ്. അതേസമയം തിരുവാതിര നക്ഷത്രത്തിൻ്റെ അധിപനാവട്ടെ രാഹുവുമാണ്. സൂര്യനും രാഹുവും തമ്മിലുള്ള ഈ പ്രത്യേക നക്ഷത്ര സംക്രമണം ചില രാശിക്കാരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ ഉണ്ടാകുകയും പുതിയ അവസരങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്നു. ഈ ഗ്രഹമാറ്റത്തിൻ്റെ സ്വാധീനം ചിലർക്ക് തൊഴിൽ രംഗത്ത് ഉയർച്ച, സ്ഥാനക്കയറ്റം, വരുമാന വർധനവ്, പുതിയ ബിസിനസ് അവസരങ്ങൾ, സർക്കാർ ജോലി, സമൂഹത്തിൽ അംഗീകാരം എന്നിവയൊക്കെ ലഭിക്കുന്നു. ഏറെ നാളായി മുടങ്ങിക്കിടക്കുന്ന നിങ്ങളുടെ പദ്ധതികളെല്ലാം വീണ്ടും സജീവമാകാനും സാമ്പത്തികമായി പുരോഗതി കൈവരിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. ആത്മവിശ്വാസവും നേതൃത്വപാഠവും വർദ്ധിക്കുന്ന നിരവധി പേർക്ക് കരിയറിലും ജീവിതത്തിലും നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ സമയമായിരിക്കും ഇപ്പോൾ. ഈ മഹാഭാഗ്യങ്ങൾ ആർക്കൊക്കെയാണ്, ഏതൊക്കെ രാശിക്കാർക്കാണെന്ന് നമുക്ക് നോക്കാവുന്നതാണ്. ആദ്യം തന്നെ മേടം രാശി. മേടം രാശിക്കാർക്ക് ഈ സമയത്ത് തൊഴിൽ രംഗത്ത് മികച്ച നേട്ടങ്ങൾ കൈവരിക്കും. മേലുദ്യോഗസ്ഥരുടെ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനുള്ള അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ബിസിനസ് നടത്തുന്നവർക്ക് പുതിയ കരാറുകളും അതുപോലെ തന്നെ ലാഭകരമായ ഇടപാടുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും. സാമ്പത്തിക പുരോഗതി മെച്ചപ്പെടുകയും കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം എപ്പോഴും നിലനിൽക്കുകയും ചെയ്യുന്നതായിരിക്കും. അടുത്ത രാശി മിഥുനം രാശിയാണ്. മിഥുനം രാശിക്കാർക്ക് സൂര്യൻ സ്വന്തം രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ മിഥുനം രാശിക്കാർക്ക് ഇത് വളരെയധികം അനുകൂലമായ കാലഘട്ടമാണ്. ആത്മവിശ്വാസം വർദ്ധിക്കും, തൊഴിൽ സ്ഥാനക്കയറ്റമുണ്ടാവും, ശമ്പള വർധനവിനൊക്കെ സാധ്യതയുണ്ട്. മത്സര പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും തയ്യാറെടുക്കുന്നവർക്ക് മികച്ച ഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നല്ല രീതിയിൽ തന്നെ വരുന്നതായിരിക്കും. എല്ലാത്തിനും പറ്റിയ അനുകൂലമായ സമയമാണ് നിങ്ങൾക്കിപ്പോൾ. അടുത്ത രാശി ചിങ്ങം രാശിക്കാരാണ്. സൂര്യൻ്റെ സ്വന്തം രാശിയായ ചിങ്ങക്കാർക്ക് ഈ വരവ് ഏറെ ഗുണകരമാവും. നേതൃത്വ പാഠവും അംഗീകരിക്കപ്പെടാനും സർക്കാർ മേഖലയിലുള്ളവർക്ക് ഭരണപരമായ ജോലികളിലൊക്കെ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും. സമൂഹത്തിൽ ബഹുമാനവും പ്രശസ്തിയും ഒക്കെ വർദ്ധിക്കുന്നതായിരിക്കും. സാമ്പത്തികമായ വലിയ നേട്ടങ്ങളും നിക്ഷേപങ്ങളിൽ നിന്നൊക്കെ ലാഭങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും നിങ്ങൾക്ക്. അടുത്ത രാശി തുലാം രാശിയാണ്. തുലാം രാശിക്കാർക്ക് തൊഴിൽ മേഖലയിൽ പുതിയ അവസരങ്ങളൊക്കെ തുറന്നു വരുന്നതായിരിക്കും. വിദേശത്ത് ജോലി നോക്കുന്നവർക്ക് വിദേശ ജോലിയൊക്കെ കിട്ടാനൊക്കെ അവസരങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ബിസിനസ്സിൽ പുതിയ പങ്കാളിത്തങ്ങളൊക്കെ നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതായിരിക്കും. കുടുംബജീവിതത്തിൽ ഐക്യവും സമാധാനവും വർദ്ധിക്കുന്നതായിരിക്കും. ദീർഘകാലമായി മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കുന്നതായിരിക്കും. അടുത്ത രാശി ധനുരാശിക്കാരാണ്. ധനുരാശിക്കാർക്ക് ഈ സമയം ഭാഗ്യവർധനകളുടെ കാലഘട്ടമായിരിക്കും. സാമ്പത്തിക നേട്ടങ്ങൾ വർദ്ധിക്കുകയും പുതിയ വരുമാന മാർഗങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നതായിരിക്കും. വിദ്യാഭ്യാസം, ഗവേഷണം, വിദേശവുമായി ബന്ധപ്പെട്ട മേഖലകൾ എന്നിവയിലേക്ക് പ്രവർത്തിക്കുന്നവർക്ക് മികച്ച പുരോഗതി കൈവരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ആത്മീയ കാര്യങ്ങളൊക്കെ താല്പര്യം നിങ്ങൾക്ക് വർദ്ധിക്കുന്നതായിരിക്കും. മനസ്സമാധാനം ഉണ്ടാവുകയും ചെയ്യുന്നതായിരിക്കും. അടുത്ത രാശി കുംഭം രാശി. കുംഭം രാശിക്കാർക്ക് അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കാനൊക്കെ സാധ്യതയുണ്ട്. നിക്ഷേപങ്ങളിൽ നിന്ന് മികച്ച വരുമാനങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ബിസിനസ് വികസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. കുടുംബത്തിൽ സന്തോഷകരമായ വാർത്തകളൊക്കെ എത്തുന്നതായിരിക്കും. ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് മുൻകാലത്തിനേക്കാൾ പുരോഗതി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ പറഞ്ഞ രാശികൾക്കെല്ലാം നല്ല യോഗങ്ങളാണ് കാണുന്നത്. എല്ലാവരും നിത്യമായ വഴിപാടുകളും പ്രാർത്ഥനയും കൂടെ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഈ ഫലങ്ങളൊക്കെ ലഭിക്കുകയുള്ളൂ. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.